ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞു ക്ഷോണിപുത്രി മുറയത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം. ലങ്കാധിപതിയായ രാവണനെ കാണാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ഇവൻ എന്തായി ജപിക്കണേ? ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചെറിയവേ എന്ന ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല, ലക്ഷ്മണൻ അത് ഓർത്തില്ല, രാമനോ മിണ്ടിയില്ല എന്നാ. ഇത് മുഴുവൻ അക്ഷരപശക. നീ രാമായണം ഒന്നും തിരുത്താൻ നിൽക്കണ്ട, ഈശ്വരനാമെങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. ഇങ്ങനൊരു അസത്ത്. അച്ഛൻ വന്നില്ലോ. ഓമനക്കുട്ട, ലെറ്റപ്പായു. ആരാതിപ്പോ എനിക്ക് കത്തയക്കാൻ? അത് സ്കൂൾ അഡ്രസ്സില്. ലവലട്ടാണോടാ? അതിന് ഡയന രാജകുമാരി മരിച്ചു പോയില്ലടാ. ഇത് എന്റെ കൂടെ പഠിച്ച സുധിയുടെ കത്താണല്ലോ. സുധി നിനക്കറിയില്ലേ? നിന്റെ ചേട്ടന്റെ എന്റെ കൂടെ പഠിച്ച സുധി. ഓ, ആർമി ചേർന്ന പട്ടാള സുധി. ഓ, എന്താണോ ഇതിനകത്ത്? പ്രിയപ്പെട്ട ഓമനക്കുട്ടന്, ഈ വരുന്ന ഞായറാഴ്ച എന്റെ അനിയത്തി മാലതിയുടെ വിവാഹമാണ്. നീ തീർച്ചയായും വരണം. ജിമ്മിയും അപ്പുക്കുട്ടനും ഒക്കെ വരുന്നുണ്ട്. നീ അവരുടെ കൂടെ തലേ ദിവസം തന്നെ വരണം. എനിക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ പോവും. നീ തീർച്ചയായും വരണം. ശേഷം കാഴ്ചയിൽ സ്നേഹപൂർവ്വം സുധി. ഇത്രയും കാര്യമായി വിളിച്ച സ്ഥിതിക്ക് കല്യാണത്തിന് പോണ്ടേ? പോണം. പക്ഷെ ആ ജയിലിൽ നിന്ന് ഒരു ദിവസത്തെ പരോള് കിട്ടാന്ന് പറഞ്ഞ വലിയ പ്രശ്നമാണ്. നമുക്ക് ആ കൈമൾ മാഷ ഒന്ന് ചാക്കിലാക്കിയാലോ? ശരിയാ, തല്ലിക്കൊന്ന് ചാക്കിലാക്കിയാ 3-4 ദിവസം അവധി കിട്ടും. ലാവിഷായിട്ട് പോയിട്ട് വരാം. അയ്യോടെ തല്ലിക്കൊല്ല കാര്യമൊന്നല്ല പറഞ്ഞത്. പിന്നെ നമുക്ക് കൈമൾ മാഷിന്റെ വീക്ക്നെസ് കയറി പിടിക്കണം. അയ്യേ, വൃത്തിയാണ് ഞങ്ങളെ കിട്ടൂല. എടാ അതല്ല, എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോകാനുള്ള അനുവാദം അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാൻ കൈമൾ മാഷിനോട് പറഞ്ഞാലോ? നിനക്ക് അമ്പിളി അമ്മാവൻ വേണോ? ഞാൻ അമ്പിളി അമ്മാവനും ബാലരമയൊന്നും വായിക്കാറില്ല. അതല്ല, മാനത്തെ അമ്പിളി അമ്മാവനെ വേണോ? ഞാൻ പിടിച്ചോണ്ട് തരാം. എന്നാൽ ഇക്കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. നീ ക്ലാസ്സിൽ പോയി 10 അക്ഷരം പഠിക്കാൻ നോക്ക്. പോ. മാഷ് എന്നെ എങ്ങനെയാ കാണുന്നത്? കണ്ണുണ്ട്. അതല്ല, എന്നെ ഒരു മകനെ പോലെ അല്ലേ? എന്നാ ഞാൻ എങ്ങനെയാ കാണുന്നത്? മകനെ പോലെയോ? അല്ല, ഒരച്ഛനെ പോലെ. ഒരു മകന്റെ ആഗ്രഹങ്ങൾ അച്ഛൻ സാധിപ്പിച്ചു തരില്ലെന്ന് വെച്ചാ വേണ്ട. ഇങ്ങനെ ഒരു മകൻ ജനിച്ചിട്ട് കൈ കൊണ്ട് കണ്ണീര് ഉടയ്ക്കാതെ വൃത്തിയിട്, താഴ്ത്തിയിട്. നീ എന്നെ ഇമോഷണൽ ആക്കരുതേ. ഞാൻ ശ്രമിച്ചു നോക്കാം. എന്താ? ഒന്നുമില്ല. മനസ്സ് പതറരുത്. ഓമനോടെ അവന് വേണ്ടെന്ന്. മര്യാദയ്ക്ക് വന്ന് തിന്നിട്ട് വയ്ക്കോ. പട്ടിണി കിടന്ന് സോക്കേട് വരുത്തി വെച്ച് ആ പേര് ക്ലാസ് മുടക്കാനുണ്ടല്ലോ. വെച്ചേക്കില്ല ഞാൻ. എനിക്ക് വേണ്ട, വിശക്കണില്ല. വിശപ്പുണ്ടാവില്ല. മനസ്സ് കൂട്ടുകാരന്റെ കല്യാണ വീട്ടിലല്ലേ, അനുപവാസമൊന്നും വേണ്ട. ഇന്ന് ശനി, നാളെ ഞായർ. നാളെ വൈകുന്നേരത്തിനകം ഇങ്ങനെ തിരിച്ചെത്താവുന്നുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിന് വയ്ക്കോ. ഇങ്ങോന്നേ. എന്താച്ചാ? എന്തിനാ പറഞ്ഞയക്കുന്ന മനസ്സിലായോ? ഇല്ല. നിനക്ക് നാണം വരാ. ആ ചെക്കനെ, നിന്റെ ഒപ്പം പഠിച്ചവൻ, ആർമിയിൽ ഓഫീസർ ട്രെയിനിയാ. അവനെ കണ്ടാലെങ്കിലും നിന്റെ ആസനത്തിൽ മുളച്ച ആലൊരു തണലല്ലെന്ന് മനസ്സിലാവൂലോ. വയ്ക്കോ. ഞാനിവരോട് ടാറ്റ പറഞ്ഞതാ. ദാമോരാ, ഇതൊക്കെ അങ്ങ് അകത്തേക്ക് വെക്കുക. ജോസേ, എന്തോ? അത് പിന്നാമ്പുറത്തേക്കൊക്കെ പോകട്ടെ. അയ്യോ, മനുഷ്യനെ പേടിപ്പിച്ചല്ലോ. നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടത്? ഞങ്ങള് അല്ല, ക്ഷണിച്ചതായിട്ട് ഓർമ്മയില്ലല്ലോ. ഞങ്ങള് കുറച്ച് ദൂരേന്ന് വരിക. ദൂരേന്ന് പറയുമ്പോ അങ്ങ് അമേരിക്ക വരെ വരുവോ? അത്ര വരുവോ? അത്ര വരില്ല. ഹലോ, മാലുന്റെ കല്യാണത്തിന് വന്നവരാ, എന്റെ ഫ്രണ്ട്സാ. കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. കുഞ്ഞമ്മാവനല്ലേ? അതെ, അതൊക്കെ മനസ്സിലായി. പഠിക്കുന്ന കാലത്ത് സുധി കുഞ്ഞമ്മാനെ കുറിച്ച് പറയാറുണ്ടേ. എങ്ങനെ പറയാതിരിക്കും? ഇവന്റെ അച്ഛൻ മരിച്ച പിന്നെ ഇവനെ വളർത്തിയെടുത്ത് ഞാനല്ലേ. ഫീസ് അടക്കാൻ ക്ലാസ്സിന് പുറത്ത് നിർത്തുമ്പോഴാ കൂടുതലും പറയാറ്. അല്ലേടാ? ഇറക്കിയില്ലേ? പണിയെടുക്കാതെ എല്ലാം കൂടെ തിന്നാൻ വന്നിരിക്കുക. കുഞ്ഞമ്മാവൻ ഇങ്ങനെയാ. വാ, നിങ്ങൾ അകത്തേക്ക് വാ. എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? വിദ്യാഭ്യാസം ഒക്കെ എപ്പടി? പഠിച്ച് ഇവൻ അവിടുത്തെ സാറാവുന്ന അതോടെ. നിന്റെ പെങ്ങളെവിടെ? ഇത് കൊടുക്കാനാ? ആ പിന്നമ്പറത്തെ കോലയിൽ ബൾബിടാൻ പറഞ്ഞു. വരുന്നു. നിങ്ങളില്ലേ അകത്തേക്ക് എന്ന ഇടത് വശത്തെ ആദ്യത്തെ മുറിയാ. ഞാൻ ഇപ്പൊ വരാം.
അതെ പഠിച്ചു പഠിച്ച് സാറല്ലടാ, എന്നെ കൊടുത്ത് പറയിപ്പിക്കണ്ട. കേരടാ. ഏയ്, നമ്മളിപ്പോ കേറി ആകെ ചളാവും. എന്നെങ്ങനെതാ ഞാൻ കൊടുക്കാം. വേണ്ട, നമുക്ക് പിന്നെ കൊടുക്കാം. വാ. എന്നിട്ട് അവളെ കണ്ടില്ലേ? കണ്ടു, അവിടെ ഭയങ്കര തിരക്കാ. നീ തന്നെ കൊടുത്താ മതി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് തന്തപ്പടി കാണണ്ട. അയ്യോ പരമദ്രോഹി, എല്ലാം നശിപ്പിച്ചു. എന്തിനാണ് നീ ഇതിനകത്ത് തലയിട്ടത്? ശർക്കര വരച്ചിരുന്നത് എന്നെ കാണാണ്ട് ഇതിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചാ ഞാനത് മാത്രമേ എടുത്തോളൂ. അപ്പോഴേക്ക് ഇതെല്ലാം കൂടി എന്റെ തലയിൽ പടപടാന്ന് പറഞ്ഞു വീണു. എടാ സുധി, ഇവനെ പിടിച്ചോണ്ട് പോയി പറമ്പിൽ വല്ല മരത്തിൽ തളച്ചിട്. തളച്ചിടാൻ ഞാൻ എന്താ വല്ല ആനയിലോടൂ തന്റെ തെക്കാനെ പറയുന്നു കുരുത്തകെട്ടവൻ. കാര്യണ്ട അച്ചുട്ടി, ശർക്കര റൊട്ടി വേണമെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ? കുഞ്ഞമ്മാന്റെ മോനാ. അല്ല, ആ പോയത് എന്റെ തന്തയാ. അച്ചുട്ടി, ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. ഹലോ, ഹലോ. ഇവിടെ ഇടൂ. ഏയ്, ഇവിടെ ഇടുവല്ല, ഹൗഡി ഇടൂ. എവിടെയായാലും നമുക്ക് ഇട്ടാൻ പോരെ. ഇതല്ല ഞാനും പിട്ടതാ. അതെ, ഒന്ന് നന്നായി ഊതിക്കോട്ടോ. അതിന്റെ ഉള്ളിൽ വല്ല പാറ്റ പഴുതരണ പൊക്കോട്ടെ. ആ ചായയുടെ അസുഖം അങ്ങോട്ട് മാറട്ടെ. ഒന്ന് മര്യാദക്കിട്. അതെ, അതിനകത്ത് നിറച്ചിരിക്കുന്ന പച്ചവെള്ളമല്ല, പനിനീര. വില ഇത്തിരി ജാസ്തിയാ. ഓരി ഒഴിക്ക, എന്താ ധാരയാ? തണ്ട ഞാൻ കുത്തുട്ടോ. ഓഹോ, ഇവന് ഇളകാതിരുന്നാ മതിയായിരുന്നു. ആരാ ഇവനെ ഒന്ന് ശ്രദ്ധിക്കുക, എന്റെ ഉത്തരാളി അമ്മേ. ആഹാ, അപ്പൊ ഞാൻ അറിയണ്ട് വേറെ അമ്മ ഉണ്ടല്ലേ? തന്റെ ആള് കൊള്ളാലോ. ഇതിപ്പോ ഇലയിട്ടിട്ട് അരി വെക്കാൻ പോയ പോലായി. നിനക്ക് ആ പണം നേരത്തെ വാങ്ങി വെക്കായിരുന്നില്ലേ? വെക്കാമായിരുന്നു, പക്ഷെ മരക്കാട് മുതലാളിയുടെ കയ്യിലിരിക്കുന്ന കാശ് നമ്മുടെ കയ്യിലേക്കൊന്ന് കിട്ടണ്ടേ? ഒന്നും പേടിക്കാനില്ല. പണവുമായിട്ട് പരമേശ്വരൻ ഇപ്പൊ എങ്ങനെ എത്തും? മരക്കാട് മുതലാളിയുടെ വാക്ക് വാക്കാ. കുഞ്ഞമ്മാൻ ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാണ്ട് പോയല്ലോ. ആ, പരമേശ്വരൻ വന്നൂലോ. ഇങ്ങ് വന്നേ. മരക്കാര് മുതലാളി നമ്മളെ ചതിച്ചു. കാശ് റെഡി ആയിട്ടില്ല. അയാള് വിചാരിച്ചെന്ന് തരാൻ പറ്റില്ലാത്രേ. അടുത്ത ആഴ്ച തരാന്നാ പറയുന്നത്. ഈശ്വര, ചതിച്ചോ? ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഹലോ, ചെക്കനാണല്ലേ? ഞാൻ പെണ്ണിന്റെ മുറച്ചെറുക്കനാ. പണ്ട് എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞതാ. വലുതായപ്പോ എന്നെ പറ്റിച്ചു. നല്ല പെണ്ണാ, പക്ഷെ എന്റെ അത്ര ബുദ്ധിയില്ല. നീ എടുത്തോ, പക്ഷെ ഇടയ്ക്ക് എന്തിനൊക്കെ മേടിച്ചു തുടങ്ങണട്ടാ. ഈ മണ്ടർ ഒന്ന് കുളവാക്കുമെന്നാ തോന്നേ. ആ സുധി ഇത് എവിടെ പോയി കിടക്കാ? നീ ഒന്ന് പോയി വിളിച്ചേ. നേരത്തെ ഇങ്ങനെ തുലാവെള്ളത്തിന്റെ വെപ്രാളം കാണിക്കാണ്ട് മാലുവിന്റെ അടുത്ത് പോയിരിക്കുക. സുധി, ചെറുക്കനും പറഞ്ഞ് നിന്നെ കത്ത് മുറ്റത്ത് നിൽക്കുക. ആ, നീ അങ്ങോട്ടേക്ക് ചെല്ലേ. നിശ്ചയത്തിന് വരാൻ പറ്റിയില്ല, ഈ വീട്ടോത്തോണ്ടാ. ലോഹ്യ ചോദിക്കലൊക്കെ പിന്നെ ആവാം. മുഹൂർത്തത്തിന് സമയമായി. വരൂ. ശരിക്കും തെളിക്കിട്ട മണൊക്കെ ഒന്ന് പോട്ടെ. അതെ, എന്താണ്? നമുക്ക് ചെറുക്കന്റെ അച്ഛനൊന്ന് കാണണ്ടേ? ആ, കാണലൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഉറപ്പിച്ചത്. ആ കാണല് പോരല്ലോ. ഇതിനു മുമ്പ് നമുക്ക് ആ ചടങ്ങ് അങ്ങോട്ട് നടത്താം. ഏത് ചടങ്ങ്? ശ്രീധനപ്പണ എണ്ണി പെട്ടിയിലാക്കി തരുന്ന ചടങ്ങ് മറന്നുപോയോ? 2 ആഴ്ച മുമ്പ് തരാന്ന് പറഞ്ഞതല്ലേ? അപ്പ പറഞ്ഞു പെണ്ണ് കിട്ടുന്നതിന് മുമ്പ് പന്തലി തരാന്ന്. എടുക്കുക, കാശ് എടുക്കുക. എണ്ണി തീരുമ്പോഴേക്കും മുഹൂർത്താവും. അത് എണ്ണാനൊക്കെ നിന്നാ നേരെ ഏറെയാവും. കെട്ട് നടക്കട്ടെ ആദ്യം. ആദ്യം പറഞ്ഞ സ്ത്രീധനപ്പണം വെക്കുക. അതുവരെ കെട്ടവിടെ നിൽക്കട്ടെ. താലി കെട്ടാൻ വരട്ടെ. പറഞ്ഞ പൈസ പൈ തീർത്ത് കിട്ടണം. ആര് പറഞ്ഞു തരില്ലാന്ന്? ഇത് തരാനും വാങ്ങാനും ഒക്കെ ഇരുത്താ മുഹൂർത്തം അങ്ങോട്ട് തെറ്റും. തെറ്റണേ അങ്ങോട്ട് തെറ്റട്ടെ, മുഹൂർത്തം ഇനി ഉണ്ടാവും. അങ്ങനെ പറയരുത്. പൈസക്ക് ഇത്തിരി ടൈറ്റായി. തരാമെന്ന് പറഞ്ഞ ആള് പറ്റിച്ചു. അല്ല, കെട്ട് കഴിഞ്ഞാലും വാങ്ങാലോ. ആ ശീലം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞ വാക്ക് വാക്കാ. ഒച്ച വെക്കരുത്, ആളുകൾ കേൾക്കും. കേൾക്കട്ടെ ആളുകൾ. കുഞ്ഞിരാമന്റെ നെറികേട് ഇനി ഒരു അവധിയില്ല. പൈസ തന്നിട്ട് മതി കല്യാണം. സ്ത്രീധനം കടം നിർത്തി തന്ന അതിന്റെ കേട് ഞങ്ങൾക്കാ. ഇനി ഞങ്ങളുടെ കഷ്ടകാലത്തിന് പെണ്ണെങ്ങാനും വല്ല സ്റ്റൗവും പൊട്ടിത്തെറിച്ച് ചത്താ പിന്നെ ഭർത്താവും അമ്മായിച്ചനും ജയിലിൽ കയറേണ്ടി വരും. എന്റെ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുത്. തറവാടിന്റെ മാനം പോണ കാര്യ. മാനം ഉള്ളവർക്കല്ലേ മാനം പോകുന്നുള്ള ആദ്യം വേണ്ടു. പറഞ്ഞു പറ്റിച്ച് പെണ്ണ് കെട്ടിക്കാമെന്ന് വിചാരിക്കണ്ട. മോനെ, ഇവൻ എന്റെ മോനാടോ. ഓശാരത്തിന് കെട്ടോടാ എനക്ക് വേണ്ട. ഒന്ന് വന്നേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. അതെ, നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ ചങ്ങാതി. പണത്തിനേക്കാളും പ്രധാനമല്ലേ കല്യാണം?
പണം ഞങ്ങൾക്ക് അത്ര നിസ്സാരല്ല. ഈ കല്യാണം ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇനി ഒരു കല്യാണം ഉണ്ടാവില്ലെന്ന അവിടെ ജാതകത്തിൽ. പൈസയുടെ കണക്ക് പറഞ്ഞ് ഈ കല്യാണം മുടക്കരുത്. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കേണ്ടത് അച്ഛനും അമ്മയല്ല, നിങ്ങളാ. എനിക്ക് എന്റെ അച്ഛനെ അമ്മയെ ധിക്കരിക്കാൻ പറ്റില്ല. ധിക്കരിക്കണ്ട, അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാലോ. താനിപ്പോ സ്റ്റാൻഡായിട്ട് നിന്നുണ്ടെങ്കിൽ അവരെന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും. എന്നോട് ഒന്നും പറയണ്ട. എന്തായാലും അച്ഛന്റെ തീരുമാനം വലുത്. എടോ, താനൊക്കെ ഒരാണാണോ? മൂക്കിന്റെ തല മീശം വെച്ച് നടക്കണു. ആണുങ്ങളായാലേ കുറച്ചൊക്കെ നട്ടല് വേണം. അല്ല, താനാരാ? താൻ എത്ര വലിയ ആണാണെങ്കിൽ താൻ പോയി കെട്ടറോ. ആ തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഞാൻ കെട്ടിയത്. എങ്കിൽ താൻ കെട്ടറോ. ആ ഞാൻ കെട്ടും. എന്റെ മോൾക്ക് മാനക്കരുണ്ടാക്കരുത്. വസ്തു വിറ്റിട്ടെങ്കിലും 2 ദിവസത്തിനകം ഞാൻ അവിടെ കാശെത്തിച്ചോളാം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. കണ്ണീര് കാണിച്ച് മോളെ ചെലവാക്കാൻ നോക്കാം. കയ്യിന്നല്ല, ഈ ചെക്കൻ നമ്മൾ തലേന്ന് പോയ തണ്ടേ. ഓണം ചച്ചേ, നിനക്ക് തരാനുള്ള പെണ്ണില്ലടാ. ഓനെ കൊണ്ട് വല്ല കാഴ്ചയുള്ള പട്ടിനെ തൊടലിട്ട് കെട്ടണ പട്ടി. ഇനി ഇവിടത്തെ പെണ്ണിനെ കെട്ടാൻ ഞങ്ങളുടെ പട്ടി വരും. എന്താടാ നോക്കിയിരിക്കണത്? വിളിച്ചിരിക്കണ്ടു വാടാ. പോവാണോ? നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. വിടറോ, ഇനി എന്ത് പറഞ്ഞു തീർക്കാൻ? പറഞ്ഞു തീർത്തോളം മതി. എല്ലാം നശിപ്പിച്ചല്ലോടാ നീ. മാലൂരിന്റെ കല്യാണം മുടക്കിയില്ലേ? പോയി മാപ്പ് പറഞ്ഞവരെ വിളിച്ചോണ്ട് വാടാ. എന്റെ പട്ടി പോവാ കോന്തനെ വിളിക്കാൻ. കണ്ടാര് പള്ളികൾക്ക് കെട്ടിച്ചോടക്കോടെ പെണ്ണില്ല. അവൾക്ക് ഇതിൽ നല്ല ചെക്കനെ കിട്ടൂടാ. എന്നാ പോയി വിളിച്ചോണ്ട് വാടാ രാജകുമാരനെ. കൊണ്ടുവരും, ഞാൻ കൊണ്ടുവരും. രാജകുമാരാ, കുട്ടാട്ട കേട്ടും മാലൂല. കുട്ടാട്ടനാ മാലൂന്റെ രാജകുമാരൻ. വേണ്ട വേണ്ട, നമുക്ക് കെട്ടാം. എന്തായി കാണിക്കണേ? ഞാൻ എങ്ങനെയാ? കുട്ടേനല്ലേ പറഞ്ഞ മാലിന്റെ കെട്ടാന്ന്? കുട്ടാട്ട അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാൻ ആ ചെക്കന്റെ തന്തയുടെ മോന്തക്കിട്ട് 2 പൊട്ടിച്ചേ. എന്നിട്ട് കുട്ടാട്ട വാക്ക് പറ. വാ, കുട്ടാട്ടൻ വന്നില്ലേ ഞങ്ങളുടെ അമ്മായി ചത്തു കൂട്ടോ. വാ കുട്ടേട്ട വരാൻ. കൂട്ടുകാരന്റെയും അവന്റെ തറവാടിന്റെയും മാനവും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇപ്പൊ നിന്റെ കയ്യിലാ. വിധി അതാന്ന് വെച്ചാ അങ്ങനെ തന്നെ നടക്കട്ടെ. മണ്ഡപത്തിലേക്ക് കയറിയ ചക്കര തരുന്ന ചക്കര തരും. ഒന്ന് ഇറങ്ങി നിൽക്കടാ അങ്ങോട്ട്. കല്യാണം എന്നുണ്ടാവില്ല കേട്ടോ. കേട്ടി ഞാൻ. ഒന്നിങ്ങി വന്നേ. എന്താ നിങ്ങൾ എന്തായി കാട്ടണേ? മിണ്ടി പോകരുത്. കാരണവന്മാർ ചെയ്തു വെച്ച സുഹൃതം അതാ മന്ദബുദ്ധിക്ക് ഇപ്പൊ ഇങ്ങനെ ബുദ്ധി നോക്കിയത്. ആ ഓമനക്കുട്ടന് ബോധോദയം വരണതിന് മുമ്പ് കാര്യങ്ങൾ നടക്കട്ടെ. ആ മുഹൂർത്തായി പെണ്ണിനെ ഇറക്കുക. മേളം തുടങ്ങിക്കോട്ടെ. കൊല്ലിയ